വീഡിയോയിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ലിക്വിഡ് സിമുലേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം സാറ്റിസ്ഫൈങ് ആയിട്ട് അങ്ങനെ നോക്കാം. ഇതാണ് ഇങ്ങനെ നമുക്ക് ഒരു ചെറിയൊരു സ്ഫിയറിന് ലിക്വിഡ് ആക്കി മാറ്റാൻ കുറച്ച് പ്രോപ്പർട്ടി ഒന്ന് മാറ്റി കൊടുത്താൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇതുപോലെ നമുക്കൊരു ബോക്സിൽ നമുക്ക് ഇതേപോലെ ലിക്വിഡ് എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അങ്ങനെ നമുക്ക് നേരെ ഫയല് ന്യൂ. ഓക്കെ, ഈ ഫസ്റ്റ് കിടക്കുന്ന ഈ ക്യൂബിന് നമുക്ക് എക്സ് ഉപയോഗിച്ചിട്ട് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ അമർത്തിയിട്ട് മെഷ് യു വി സ്ഫിയർ. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് റഫ്നെസ് ആയിരിക്കും. റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഷെയ്ഡ് ഒരു സ്മൂത്ത്. ഓക്കെ, സ്മൂത്ത് സർഫേസ് കിട്ടിയിട്ട് നമുക്ക് നേരെ ടോപ്പിലുള്ള ഓബ്ജക്റ്റിൽ ഇവിടെ ഏറ്റവും അടിയിൽ കുറച്ച് ക്വിക്ക് എഫക്റ്റ് ഉണ്ടാവും. ക്വിക്ക് എഫക്റ്റിൽ ലിക്വിഡ് എഫക്റ്റ്. ഓക്കെ, ഇതിപ്പോൾ നമുക്കൊരു ബോക്സ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിലാണ് ഇനി നമുക്ക് ആ ലിക്വിഡിനെ നിറയ്ക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് വലുതാക്കാം. ഓക്കെ, നമുക്ക് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം നേരെ ഇതിൽ ഫിസിക്സ് എന്ന പ്രോപ്പർട്ടി ഉണ്ടാവും. പ്രോപ്പർട്ടി പാനലിൽ ഫിസിക്സിൽ ഏറ്റവും താഴത്തായിട്ട് ക്യാഷ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ക്യാച്ചുള്ള ആ ഓപ്ഷനിൽ നമുക്ക് ടൈപ്പ് മോഡ്യൂലർ ആക്കാം. എന്നിട്ട് നമുക്ക് ഈ റിസംബിൾ എന്ന് ടിക്ക് മാർക്ക് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ സ്ഫിയർ സെലക്ട് ചെയ്യാം. സ്ഫിയർ സെലക്ട് ചെയ്തിട്ട് ഈ ഫ്ലോ ബിഹേവിയർ ജിയോമെട്രി മാറ്റിയിട്ട് ഇൻഫ്ലോ ആക്കാം. ഇൻഫ്ലോ ആക്കിയിട്ട് ഇത് ടിക്ക് മാർക്ക് കൊടുക്കണം. നമുക്ക് ഉറപ്പ് വരുത്തണം യൂസ് ഫ്ലോ. ഓക്കെ, ഇനീഷ്യൽ വിസ്കോസിറ്റി അഗൈൻ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് അതിൻ്റെ വിസ്കോസിറ്റി ഒന്ന് 0.8 ആക്കി കൊടുക്കാം. 0.8 ആണ്. ഓക്കെ, ഇനി നമുക്ക് അഗൈൻ ഈ ബോക്സ് സെലക്ട് ചെയ്തിട്ട് ഫിസിക്സ് പ്രോപ്പർട്ടിയിൽ തന്നെ ഇതവിടെ സെറ്റിങ്ങിൻ്റെ അണ്ടറിൽ ബാക്ക് ഡാറ്റ കൊണ്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് ബാക്ക് ആയിട്ടുണ്ട്. നമുക്കിതിവിടെ കുറച്ച് ലോഡിങ് ഉണ്ട്. ഈ നമ്പർ ഇത് ഫ്ലോയിഡ് ബാക്ക് അതൊന്ന് ഫുള്ളായി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ ഒരു പരിപാടി കഴിയും. ഓക്കെ, അത് ഫുള്ളായിട്ടുണ്ട്. 98. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏറ്റവും താഴത്ത് മെഷ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് ടിക്ക് മാർക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് താഴത്തേക്ക് ആയിട്ട് ബാക്ക് മെഷ് ഡാറ്റ കൊണ്ടുണ്ടാവും. അത് നമുക്ക് കൊടുക്കാം. അത് ഇതേപോലെ ഫ്ലോട്ട് ബാക്ക് വേണ്ടി അത് ഫുള്ളായി കഴിഞ്ഞാൽ അതിൽ നമുക്ക് കഴിഞ്ഞു. ഓക്കെ, അതും കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് പ്രോപ്പർട്ടി പാനൽ ചെറുതാക്കിയിട്ട് ടൈം ലൈൻ ഒന്ന് വലുതാക്കുന്നുണ്ട്. എന്നിട്ട് സ്പേസ് ബാർ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് കൊടുത്താലും മതി. സ്പേസ് ബാർ നമുക്ക് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ലിക്വിഡിൻ്റെ എഫക്റ്റ് വരും. ഓക്കെ, ഇത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ലിക്വിഡ് എഫക്റ്റ്. ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരൊറ്റ ടിപ്സാണിത്. ഇങ്ങനെയുള്ള ചെറിയ ബ്ലെൻഡർ വീഡിയോയ്ക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നമ്മുടെ ക്ലിയർ വാട്ടറാണ്.